ശബരിമല കയറിയാൽ നീ ചെയ്ത പിറപ്പുകളുടെ പാപം തീരുമോ കേക്കച്ച? രാഹുലിനെ തീർക്കുവാൻ തേൻകണിയൊരുക്കി അവസാനം കോടതിയിൽ നാണം കെടും എന്നായപ്പോൾ ഇന്നലെ നെട്ടൂർ കേക്കച്ചൻ കെട്ടും കെട്ടി കറുപ്പണിഞ്ഞ് ശബരിമലയിൽ പോയി. സകല പിറപ്പുകളും ചെയ്തു കൂട്ടിയ ഈ കാർക്കോടകൻ ശബരിമലയിൽ പോയി സന്നിധാനം കൂടി നാറ്റിച്ചു. ഇതുപോലെയുള്ള അലവലാദികൾ മലചവിട്ടിയാൽ പണ്ട് പുലി പിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. മലയാളക്കരയുടെ ശാപമായ ഈ മനുഷ്യമൃഗത്തെ പിടിക്കുവാൻ ശബരിമലയിൽ ഒരു പുലി പോലുമില്ലേ? സന്നിധാനത്തു നിന്ന് യാതൊരു ഉളുപ്പുമില്ലാത്ത നെട്ടൂർ കേക്കച്ചൻ നടത്തിയ ആ പ്രസ്താവനകൾ കാണുക. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ. ഞങ്ങൾക്ക് അതിന് ഒരു തടസ്സമില്ല. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അതൊക്കെ നിയമപരമായിട്ട് കോടതിയോ ഇതിന്റെ ഞാൻ ഇന്നലെ രാവിലെ UDF നിലപാട് UDF ചെയർമാൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇന്നലെ തന്നെ. കാരണം അത് പ്രോസിക്യൂഷൻ കേസ് ഫെയിൽ ചെയ്തു, പകുതി ഫെയിൽ ചെയ്തു. അപ്പോ പ്രോസിക്യൂഷൻ സ്റ്റോറി പോയി. അപ്പൊ അന്വേഷണം പോണം പ്രോസിക്യൂഷൻ. അത് സ്വാഭാവികമായിട്ട് സാമാന്യ നിയമബോധമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രോസിക്യൂഷൻ അപ്പീലിന് പോകണമെന്ന് എല്ലാവർക്കും അറിയാം. അത് UDF അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. ഞങ്ങൾ എല്ലാ നേതാക്കളും പറഞ്ഞു. അടുത്ത പ്രാവശ്യം പറഞ്ഞപ്പോ എന്തോ ഒരു സ്ലിപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. അതല്ലല്ലോ നമ്മുടെ അഭിപ്രായം അതല്ലെന്ന് ക്ലിയർ ആയല്ലോ. UDFന്റെയും KPCCയുടെയും അഭിപ്രായം കൃത്യമല്ല. അതിന് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, അറിയാലോ ഇക്കാര്യത്തിലേക്ക് നല്ല അത് കൺവീനർക്ക് അത് അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ഞങ്ങളുടെ അഭിപ്രായം. അത് എല്ലാവരും വ്യക്തമാക്കിയല്ലോ. ഞാൻ പിന്നെ എന്തിനാ ഇനി അത് കോൺട്രവേഴ്സിക്ക് വേണം. KPCC പ്രസിഡന്റ് തന്നെ ഇന്നലെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തല്ല. അത് ഞാനെങ്ങനെ അറിയണം? എന്നോട് ചോദിക്കണം. നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കും. ഇല്ല. UDFന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. KPCCയുടെ നിലപാടിൽ ഒരു മാറ്റമില്ല. അത് ഒറ്റ വാചകം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്താണ് തീരുമാനം. ഇല്ലില്ല, ഇതിപ്പോ ഇലക്ഷൻ സമയമല്ല. ഇപ്പൊ സമരം ചെയ്യാൻ പറ്റില്ലല്ലേ. നാളത്തെ കൂടി കഴിയട്ടെ, രണ്ടാമത്തെ പോളിംഗ് കൂടി കഴിയട്ടെ. തുറമുഖത്തിനെതിരായി അതിശക്തമായ സമരം പ്രതിപക്ഷം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷം സമരമൊന്നും നടത്തിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി സമരം നടത്തിയിട്ടില്ല. മറിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ഈ തുറമുഖം കൊണ്ടുവന്ന സമയത്ത്, ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വയനാട് തുരങ്കത്തിനെയും തീരദേശ ഹൈവേയും ഞാൻ എതിർത്തു എന്നാണ്. ഞാനത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ഈ രണ്ട് പരിപാടിയും നടത്തരുത് എന്നാണ് പറഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.